കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ട സൂരജ് ലാമ വിഷമദ്യ ദുരന്തത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്. അദ്ദേഹം കൊച്ചിയിലാണ് വന്നിറങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. സൂരജ് ലാമ കൽക്കട്ട സ്വദേശിയാണ്. കുവൈറ്റിലെ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാണ്. അയാളെ അവിടെ വിഷമദ്യ ദുരന്തത്തിൽ, കാരണം നല്ല മദ്യപാനി ആയതുകൊണ്ടാണ്, അത് വിഷമദ്യ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക്. പക്ഷേ വന്നിറങ്ങിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. അവിടുന്ന് അദ്ദേഹത്തിനെ എയർപോർട്ടിൽ നിന്ന് നേരെ പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെപ്പറ്റി വിവരമില്ല. സൂരജ് ലാമയുടെ മകൻ കുവൈറ്റിൽ നിന്നെത്തി. അദ്ദേഹം ഇവിടെ വന്ന് അന്വേഷിച്ചു. ഇവിടെ വന്ന് എങ്ങനെയാണ് ആ എയർപോർട്ടിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആൾ കളമശ്ശേരിയിലെ ഒരു കുറ്റിക്കാട്ടിൽ ഇയാളെ ഇന്ന് സംശയിക്കുന്നൊരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ DNA സാമ്പിളിന് മകനെ ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി. DNA സാമ്പിളൊക്കെ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ തന്നെയാണോ ആ മൃതദേഹം എന്ന് സംശയിക്കുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആൾ എങ്ങനെയാണ് വെളിയിലോട്ട് പോകുന്നത്? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെയും ജസ്റ്റിസ് MB സ്നേഹലതയുടെയും ബെഞ്ചിലാണ് സൂരജ് ലാമയുടെ മകൻ പരാതി കൊടുത്തത്. ABS കോർപ്പസാണ്. അതിനകത്ത് കോടതി വലിയ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം കുവൈറ്റിൽ നിന്ന് നാടുകടത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് പോലീസ് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്വം തീർന്നോ? അതും പ്രശ്നമാണ്. അവിടെ നിന്ന് അദ്ദേഹം എങ്ങനെ വെളിയിൽ പോയി അത് ഹോസ്പിറ്റൽ അധികൃതർക്ക് അറിയില്ല. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മൃതദേഹം എന്ന് സംശയിക്കുന്ന മൃതദേഹം അത് കണ്ടെത്തുകയും ചെയ്തു. അത് സൂരജ് ലാമയുടെ ആണോ ഇല്ലയോ എന്ന് സംശയം. മകൻ വന്നിട്ട് ആ ബോഡി അവിടെ ഉണ്ടായിരുന്നു. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അവിടെ സൂക്ഷിച്ചിരുന്നു. ആ ബോഡി കണ്ട് തിരിച്ചറിഞ്ഞില്ല. അഴുകിയ മൃതദേഹമാണ്. അതിനകത്ത് DNA സാമ്പിൾ ഇദ്ദേഹത്തിൻ്റെ എടുത്തു. അത് സൂരജ് ലാമയുടെ മൃതദേഹമാണോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധന നടക്കുകയാണ്. സൂരജ് ലാമ ഒക്ടോബർ 5, 2025 ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നിറങ്ങിയത്. പിന്നെ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പോലീസ്. പിന്നെ ആരും കണ്ടിട്ടില്ല. ഹോസ്പിറ്റൽ അധികൃതർക്കോ പോലീസിനോ ഇദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കളമശ്ശേരിയിലെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. കുറ്റിക്കാട്ടിലെ ചീഞ്ഞഴിയ മൃതദേഹം. അത് സൂരജ് ലാമയുടെ ആണോ ഒരു സംശയം. അതിൻ്റെ പരിശോധന നടക്കുകയാണ്. എങ്കിലും ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് പോലീസ് ചെയ്യണമായിരുന്നു. ചെയ്തിട്ടില്ല. ഇയാൾ കൽക്കട്ട സ്വദേശിയാണ്. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തപ്പോൾ നേരെ നെടുമ്പാശ്ശേരി വന്നത്? എങ്ങനെ? കൽക്കട്ടയ്ക്ക് തന്നെയായിരുന്നല്ലോ, അത് അവിടുത്തെ സ്വദേശി. പക്ഷേ അദ്ദേഹത്തിനെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്ത്, കാരണം കണ്ണിന് കാഴ്ചയില്ല, സംസാരിക്കുന്നതൊക്കെ ആയിരിക്കാം. കൽക്കട്ടയ്ക്ക് ഡീപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കാം. എന്തായാലും ദലൈ ലാമയുടെ വർഗത്തിലുള്ള അദ്ദേഹം, അവരുടെ കുറേ ബന്ധുക്കൾ അല്ലെങ്കിൽ ദലൈ ലാമയുടെ ഒപ്പം ഇന്ത്യയിൽ വന്ന കുറേ ആൾക്കാരെ കർണാടകയിൽ കുടിയിരുത്തിയിട്ടുണ്ട്. അവരെ അതുപോലെ കൽക്കട്ടയിലുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഡൽഹിയിലുണ്ട്. ഇദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ടതെന്ന് നല്ല നിശ്ചയമില്ല. എങ്കിലും ബുദ്ധവംശനാണ്. അതുകൊണ്ട് ഈ ഒരു മിസ്സിങ്ങിലെ ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസിൻ്റെ ഉത്തരവാദിത്തം, മെഡിക്കൽ കോളേജുകാരുടെ ഉത്തരവാദിത്തം. മെഡിക്കൽ കോളേജിൽ നിന്ന് ചാടിപ്പോയെങ്കിൽ ആ വിവരം മെഡിക്കൽ കോളേജുകാർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതുണ്ടായില്ല. മകൻ വന്നപ്പോൾ, പിതാവിനെ കാണാതെ വന്നപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലിട്ടാണ് ഡീപ്പോർട്ട് ചെയ്ത് അയച്ചതെന്ന് കണ്ടെത്തിയ മകൻ ഇവിടെ വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഒരു ABS കോർപ്പസ് ഹൈക്കോടതി കൊടുത്തതും. എന്തായാലും അതിൻ്റെ റിസൾട്ടുകൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. DNA റിസൾട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ആരുടെ മൃതദേഹം എന്നറിയാനൊക്കെയുള്ളൂ.
സൂരജ് ലാമയുടെ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോയി സൂരജ് ലാമ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഹേബിയസ് കോർപ്പസ് ആണ്, ബോഡിയെങ്കിലും ഹാജരാക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. ജീവനോടെയോ അല്ലാതെയോ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അതേപ്പറ്റി പോലീസ് ശക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ശേഷം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. ഈ മൃതദേഹം അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ജോലിഭാരം കുറയും. അതേസമയത്ത് ഇതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സിംഗ് ആണ്, ആളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു.